പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വന്ദനം. ഇതാ ഈ ചിത്രം നോക്കൂ. ബേത്ശേബയെ തട്ടിയെടുത്ത ദാവീദ് രാജാവിനെ അദ്ദേഹത്തിന്റെ തെറ്റ് ബോധ്യപ്പെടുത്തിയത് നാഥാൻ പ്രവാചകൻ ഒരു സാങ്കല്പിക കഥയിലൂടെയാണ്. ഇത് നമ്മൾ 2 ശമൂവേൽ 12 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. സമാനമായ ഒരു ശൈലിയിലൂടെ ഈ ദൂതകല്യാണം എന്ന വ്യാജോപദേശം പ്രായോഗിക തലത്തിൽ വരുത്തുന്ന വലിയ ദുരന്തം, ഡിസാസ്റ്റർസ് കോൺസിക്വൻസസ്, അതായത് ദുരന്തപരമായ പ്രത്യാഘാതങ്ങൾ തുറന്നു കാട്ടാനാണ് ഈ 5ാമത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. അതായത് നാഥാൻ പ്രവാചകന്റെ സമാനമായ ഒരു ശൈലി. ഈ ഉപദേശം ഇത് പ്രസംഗിക്കുന്ന ഒരു സഭയില് അവർ അത് നടപ്പിലാക്കിയാൽ അവിടെ എന്ത് സംഭവിക്കും എന്ന് ഒരു സാങ്കല്പിക കോടതി രംഗത്തിലൂടെ, അതായത് ഹൈപ്പോത്തറ്റിക്കൽ കോർട്ട് സിനേറിയോ, നമ്മൾ ഇന്ന് വിചാരണ ചെയ്യാൻ പോവുകയാണ്. ഈ ഉപദേശം വരുത്തിവെക്കുന്ന ചില ദോഷങ്ങൾ എന്തെല്ലാമെന്ന് വീഡിയോയുടെ അവസാനം പ്രത്യേകം ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വ്യക്തമാക്കുന്നു. ഇത് യാതൊരു വ്യക്തിയെയും ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ അല്ല, ഒരു ഉപദേശത്തിന്റെ പ്രായോഗിക ഫലങ്ങൾ പരിശോധിക്കുകയാണ് എന്ന കാര്യം തുടക്കത്തിൽ തന്നെ ഞാൻ വിനയത്തോടെ വ്യക്തമാക്കും. ഇത് വിമർശനം അല്ല, പരിശോധനയാണ്. അതായത് വ്യക്തികളെ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ അല്ല, ഉപദേശത്തിന്റെ പരിശോധന മാത്രം. അതിലേക്ക് കടക്കും മുമ്പ് ഈ ദൂതകല്യാണ സിദ്ധാന്തം എന്താണെന്ന് ശക്തമായി വാദിക്കുന്ന 2 ക്ലാസുകൾ നമുക്ക് കേൾക്കാം. എന്താണ് അവർ പഠിപ്പിക്കുന്നത് എന്ന് നേരിട്ട് മനസ്സിലാക്കാം. ഈ പരമ്പര ആദ്യമായി കാണുന്നവർക്ക് വിഷയം വ്യക്തമാകാൻ വേണ്ടിയാണ് ഈ വീഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്നത്. മുൻപുള്ള 4 എപ്പിസോഡുകൾ കാണാത്തവർ ഇത് കാണുകയാണെങ്കിൽ കൂടുതൽ വ്യക്തവും ആഴത്തിലുള്ളതുമായ, അതായത് ക്ലിയർ ആൻഡ് ഡീപ്പ് ഒരു ധാരണ അവർക്ക് ലഭിക്കും. മുൻപുള്ള 4 എപ്പിസോഡുകൾ കാണാൻ ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അത് ഈ വിഷയത്തിന്റെ ഒരു സമഗ്രമായ, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് നൽകും. ഈ വിഷയത്തിന്റെ ആഴം നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവും. ഇനി നമുക്ക് ആ വീഡിയോ ക്ലിപ്പുകൾ കാണാം. മനുഷ്യന്റെ പുത്രിമാർ സുന്ദരികളായി. ഇവനിപ്പോ എന്തോ ചെയ്തിരിക്കുക, മനുഷ്യപുത്രിമാരെ പോയിട്ട് സന്തതികളുണ്ടായി, നെഫിലിംസ് ഉണ്ടായി. നെഫിലിംസ് ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ഹ്യൂമൻ ബീയിങ്സ് ഇല്ലാതാവുക. കാരണം നെഫിലിംസ് മക്കളെ പ്രസവിക്കത്തില്ല, നെഫിലിംസ് മക്കൾ ഉണ്ടാകത്തില്ല. അപ്പൊ ഭൂമി മുഴുവൻ നെഫിലിംസ് കൊണ്ട് നിറഞ്ഞാൽ അതുങ്ങൾ വെട്ടിക്കുത്തി ചാവുന്നതോടുകൂടി ഹ്യൂമൻ റേസ് ഇല്ല, ഭൂമിയിലില്ല. പിന്നെ അപ്പോ ഏഞ്ചലിക് ബീയിങ്സ് എല്ലാം മാസ്കുലിൻ ജെൻഡറാ. ഏഞ്ചൽസിൽ ഫെമിനിൻ ജെൻഡർ ഇല്ല. ആ ഫോളൻ ഏഞ്ചലിനെ സംബന്ധിച്ചോളം ഏറ്റവും അട്രാക്ഷൻ, അവർക്ക് പ്ലീസിങ് ഈ ഫെമിനിൻ ജെൻഡറിന്റെ എന്താ ആ ഫെമിനിൻ പാർട്ട് ഓഫ് ഇറ്റ് ആണ് അവർക്ക് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈവിൾ സ്പിരിറ്റ്സിന് എപ്പോഴും അട്രാക്ഷൻ ഉണ്ട് സ്ത്രീകളുടെ മുടിയുടെ മേൽ. ചില സമയങ്ങളിൽ ഈവിൾ സ്പിരിറ്റിന്റെ ഫങ്ഷൻ ഈ ഭൂമിയിൽ കൂടുതലാണ്. ചില സമയങ്ങളിൽ, അങ്ങനെയുള്ള സമയങ്ങളിൽ യു ബെറ്റർ ഡോണ്ട് ഗോ ഔട്ട് വിത്ത് യുവർ ഹെയർ എക്സ്പോസ്ഡ്. ഹെയർ എക്സ്പോസ്ഡ് ആയിട്ട് പോകരുത്. ഈ വിഷയത്തിൽ ബാബുസാറിനോടൊരു എളിയ സംശയം ചോദിക്കാനുണ്ട്. തലയിൽ മൂടുപടം ഇടാതെ പുറത്തു പോയതുകൊണ്ട് ചരിത്രത്തിൽ ഇന്ന് വരെ എത്ര സ്ത്രീകളെ ദൂതന്മാർ പീഡിപ്പിച്ചിട്ടുണ്ട് ബാബുസാറെ? എത്രയോ സുന്ദരികളായ സ്ത്രീകൾ, അഴകുള്ള തലമുടിയുള്ള സ്ത്രീകൾ ലോകമെമ്പാടും, അത് കോളേജ് വിദ്യാർത്ഥിനികൾ, സിനിമാ നടികൾ, വനിതാ ഉദ്യോഗസ്ഥർ, ആകാശത്തിലൂടെ പായുന്ന വിമാനങ്ങളിലെ എയർ ഹോസ്റ്റസുമാർ, എത്ര സുന്ദരികൾ തലമൂടാതെ രാപകലില്ലാതെ ഈ ഭൂമിയുടെ മുഖത്ത് യാത്ര ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. അത് ക്രിസ്ത്യാനികളോ ക്രിസ്ത്യാനിയുടെ അല്ലാത്തവരോ ആയ സ്ത്രീകൾ. അങ്ങനെയെങ്കിൽ ബാബുസാർ പഠിപ്പിക്കുന്നത് പോലെ ആണെങ്കിൽ ലോകത്തിലെ കോടിക്കണക്കിന് വരുന്ന സ്ത്രീകൾ, വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, കോടിക്കണക്കിന് വരുന്ന സ്ത്രീകളെല്ലാം ഈ ദൂതന്മാരുടെ ഇരകളാകേണ്ടതല്ലേ? ചരിത്രത്തിൽ ഇതിന് വല്ല തെളിവും ഉണ്ടോ ബാബുസാറെ?
വാർത്താവിനിമയ സൗകര്യങ്ങളും ഈ CCTV സൗകര്യങ്ങളുള്ള ഈ കാലത്ത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇങ്ങനെ ഒരു ദൂതാക്രമണം ഉണ്ടായാൽ അത് മുഴു ലോകത്തിലും സെക്കൻഡുകൾക്കകം വാർത്തയായി ബ്രേക്കിംഗ് ന്യൂസായി എത്തേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും ഇതുവരെ ഉണ്ടെങ്കിൽ അറിയിക്കണേ ബാബു സാറേ, വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വീണുപോയ ദൂതന്മാർക്ക്, ഇന്നത്തെ ശാസ്ത്രീയ ഭാഷയിൽ ഏലിയൻസ്, വേദപുസ്തക ഭാഷയിൽ വീണുപോയ ദൂതന്മാർ, സാത്താൻ എന്നും അവരെ വിളിക്കും. ആ വീണുപോയ ദൂതന്മാർക്ക് മനുഷ്യ പെൺകുട്ടികളെ വിവാഹം കഴിക്കണമെന്ന് തോന്നി. 2 കാരണങ്ങൾ. ഒന്ന്, അകത്തോട്ട് കയറുക ഞാൻ. ഒന്ന്, മനുഷ്യന്റെ സൗന്ദര്യം. അവർക്ക് ജനിച്ച മക്കൾ രാക്ഷസന്മാരായിരുന്നു. നെഫിലിൻസ് എന്ന പദമോ ജൈൻസ് എന്ന പദമാണ് ഉപയോഗിക്കുന്ന രാക്ഷസന്മാരായിരുന്നു. ഇങ്ങനെ സംഭവിച്ച നിങ്ങൾ ഈ പഠിപ്പിക്കൽ പൂർണ്ണമായും നിർത്തും. എങ്ങനെ സംഭവിച്ചാൽ? ഇനി നമുക്ക് ആ സാങ്കല്പിക കോടതി രംഗം, ആ സഭാ കോടതിയാണ്, ആ സഭാ കോടതിയിലെ രംഗം നമുക്ക് നോക്കാം. അതായത് സാങ്കല്പികമാണ്, ഹൈപ്പോത്തറ്റിക്കൽ കോർട്ട് സിനേറിയോ ആണ്. നമുക്കൊന്ന് പരിശോധിക്കാം. ആരംഭത്തിൽ പറഞ്ഞതുപോലെ ദാവീദ് രാജാവ് തന്റെ ഗുരുതരമായ പാപത്തിന്റെ ആഴം തിരിച്ചറിയാൻ ദൈവം നാഥാൻ പ്രവാചകനെ അയച്ചു. ആ ഒരു ചിത്രമാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ നാഥാൻ പ്രവാചകൻ ഉപയോഗിച്ചത് വെറും ഒരു ലളിതമായ സാങ്കല്പിക കഥ മാത്രമായിരുന്നു. 2 ശമൂവേൽ 12-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കാൻ കഴിയും. അതുപോലെ ഒരു സാങ്കല്പിക സഭാ കോടതി രംഗം, ഹൈപ്പോത്തറ്റിക്കൽ ചർച്ച് കോർട്ട് റൂം സിനേറിയോ ആണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ചില വേദപണ്ഡിതന്മാർ പ്രചരിപ്പിക്കുന്ന ദൂത കല്യാണ സിദ്ധാന്തം എത്രമാത്രം യുക്തിരഹിതവും വചനവിരുദ്ധവും പ്രായോഗികമായി സഭയ്ക്കും കുടുംബങ്ങൾക്കും വിനാശകരവുമാണെന്ന് ഈ സാങ്കല്പിക രംഗം തുറന്നു കാട്ടുന്നു. യഥാർത്ഥ ലക്ഷ്യം ഒരു വ്യക്തിയെ അപമാനിക്കുകയല്ല, മറിച്ച് സത്യത്തിന്റെ വെളിച്ചത്തിൽ തെറ്റായ ഉപദേശത്തിന്റെ മുഖംമൂടി അഴിച്ചു മാറ്റുക എന്നതാണ്. ഈ സഭാ കോടതിയിൽ ഒരു ജഡ്ജി ഉണ്ട്. അതാരാണെന്നറിയാമോ? ദൂതക്കല്യാണം പഠിപ്പിക്കുന്ന ആ സഭയിൽ പാസ്റ്ററാണ് ജഡ്ജി. വാദിയുണ്ട്, പ്രതിയുണ്ട്. വാദികൾ ആരാണ്? വാദികൾ ആ സഭയിലെ വിശ്വാസികൾ വാദികൾ. പ്രതികൾ ആരാണ്? 3 പ്രതികളാണ് അവിടെ ഉള്ളത്. 1, ഭർത്താവുള്ള ഒരു സ്ത്രീ. 2, സുന്ദരിയായ ഒരു അവിവാഹിത. 3, ഒരു വിധവ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ദൂതക്കല്യാണം പഠിപ്പിക്കുന്ന സഭയിലെ ഒരു കപ്പിൾസ്, ദമ്പതിമാര്, അതിൽ ഭാര്യയല്ല, ഭർത്താവല്ലാത്ത പരപുരുഷനിൽ നിന്നും ഗർഭിണിയായി. 1. 2, ഒരു അവിവാഹിതയായ സുന്ദരി ഗർഭം ധരിച്ചു. 3, ഒരു വിധവ അവിഹിത ഗർഭം ധരിച്ചു. ഇതാ പാസ്റ്ററുടെ അടുക്കൽ ഒരു പരാതി വരുന്നു. നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. പരാതിയുമായി വന്നിരിക്കുന്ന ജനങ്ങളെ നമുക്ക് കാണാം. അവരാണ് വാദികൾ. അവിഹിത ഗർഭം ധരിച്ച സ്ത്രീകളെ വിചാരണയ്ക്കായി കൊണ്ടുവന്നിട്ടുമുണ്ട്. ആ സ്ത്രീകളാണ് പ്രതികൾ. പാസ്റ്ററാണ് ജഡ്ജിയുടെ കസേരയിൽ ഇരിക്കുന്നത്. എന്താണ് വിശ്വാസികളുടെ, വാദികളുടെ ആവശ്യം? ഈ 3 സ്ത്രീകളെയും സഭയിൽ നിന്നും മുടക്കണം, പുറത്താക്കണം. ഇതാണ് ആവശ്യം. പാസ്റ്റർ അവരെ വിചാരണ ചെയ്യുന്നു. അവിടെ റിപ്ലൈ ആണ്. എന്താണ് റിപ്ലൈ? അവരുടെ മറുപടി: പാസ്റ്ററെ, അങ്ങ് വേദവേദികളിൽ ഇരുന്ന്, അതായത് ബൈബിൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിപ്പിച്ച വലിയ സത്യമല്ലേ ഞങ്ങൾ വിശ്വസിച്ചത്? വീണുപോയ ദൂതന്മാർക്ക് സ്ത്രീകളോട് പ്രത്യേക മോഹമുണ്ടെന്നും ഏതു സമയത്തും അങ്ങനെ സംഭവിക്കാമെന്നും അങ്ങല്ലേ പഠിപ്പിച്ചത്? ഞങ്ങൾ രാത്രി മുറി അടച്ച് ഉറങ്ങിയപ്പോൾ ദൂതന്മാർ വന്ന് ഞങ്ങളോടൊപ്പം ശയിച്ചു. ഞങ്ങൾ ഗർഭിണികളായി. ഇതിൽ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങൾ ഉറങ്ങിയപ്പോൾ ദൂതൻ വന്ന് ഞങ്ങളോടൊപ്പം ശയിച്ചു. ഞങ്ങളിപ്പോ ഗർഭിണികളായി. പാസ്റ്ററിന് അവരെ മുടക്കാൻ, സഭയിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. പാസ്റ്ററിന് പറയാൻ കഴിയാവുന്ന ഒരേ ഒരു മറുപടി, അദ്ദേഹം തന്റെ കടുംപിടുത്തത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ പറയുന്ന മറുപടി ഇതായിരിക്കും:
മക്കളെ, ഞാൻ പഠിപ്പിക്കുന്നത് വചനവിരുദ്ധമാണെന്ന് എന്റെ വിരോധികൾ പലരും എന്നെ വിമർശിക്കുന്നു. നിങ്ങൾക്കെങ്കിലും സ്വന്തം അനുഭവത്തിൽ നിന്നും മനസ്സിലായില്ലേ ഞാൻ പഠിപ്പിക്കുന്നത് സത്യമാണെന്ന്? ഇങ്ങനെയാണ് പാസ്റ്റർ മറുപടി പറയുന്നതെങ്കിൽ സഭയിലെ മറ്റു സ്ത്രീകൾക്കും ദൂതസന്ദർശനം ഉണ്ടാവുമോ എന്ന് രാക്ഷസ പുരാണ വിദഗ്ധന്മാർക്ക് ഭയപ്പെടേണ്ടി വരും. സുന്ദരികൾക്ക് ഭയമാവും, സുന്ദരികളായ മക്കളുള്ള മാതാപിതാക്കൾക്ക് ഭയമാവും, സുന്ദരികളായ ഭാര്യമാരുള്ള ഭർത്താക്കന്മാർക്ക് പേടിയും മാനസിക സമ്മർദ്ദവും ഉണ്ടാകും. സഭാവിശ്വാസികൾ പരസ്പരം പറയുന്നത് ഇങ്ങനെയായിരിക്കും: ഇനി പാസ്റ്റർക്ക് സ്വന്തം ഭാര്യയെ ദൂതന്മാരിൽ നിന്ന് രക്ഷിക്കാൻ പ്രയാസമാവും. അല്ല എന്നുണ്ടെങ്കിൽ പാസ്റ്റർ മനസ്സാക്ഷിയുള്ളവനാണെങ്കിൽ തന്റെ തെറ്റും മനസ്സിലാക്കും. താൻ അകപ്പെട്ടിരിക്കുന്ന വലിയ കെണി തിരിച്ചറിയും. അങ്ങനെ വന്നാൽ അദ്ദേഹം പറയാവുന്ന മറ്റൊരു മറുപടി: മക്കളെ, ഞാൻ പഠിപ്പിച്ചത് വചനവിരുദ്ധമാണ്. എന്റെ തെറ്റായ പഠിപ്പിക്കൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നാൽ നിങ്ങൾ ചെയ്തതും ശരിയല്ല. ദൈവവചനമനുസരിച്ച് നിങ്ങൾ അനുദപിക്കണം. ഞാനും എന്റെ പഠിപ്പിക്കലും തിരുത്തപ്പെടേണ്ടതുണ്ട്. ദൂതകല്യാണ വക്താക്കളെ, ഇങ്ങനെ നിങ്ങളുടെ സഭയിൽ സംഭവിച്ചാൽ നിങ്ങൾ ഈ പഠിപ്പിക്കൽ അന്ന് പൂർണ്ണമായും നിർത്തും. ഇങ്ങനെ നിങ്ങളുടെ സഭയിൽ സംഭവിച്ചാൽ നിങ്ങൾ ഈ പഠിപ്പിക്കൽ, ഈ ദുരുപദേശം അന്ന് തന്നെ പൂർണ്ണമായും നിർത്തും. ഈ വീഡിയോ പരമ്പരയുടെ വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെന്റ് അഥവാ ദർശനവും ദൗത്യവും എന്താണ്? ഈ ദൂതകല്യാണ സിദ്ധാന്തത്തിനെതിരെ അഥവാ ഈ രാക്ഷസ പുരാണത്തിനെതിരെ എന്തുകൊണ്ടാണ് ഈ വീഡിയോ പരമ്പര ചെയ്യുന്നത്? അതിന് കൃത്യമായ 5 കാരണങ്ങളുണ്ട്. 1, ഇത് ബൈബിളിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യും. 2, ക്രിസ്തുവിന്റെ കന്യകാജനനം ചോദ്യം ചെയ്യപ്പെടും. 3, അക്രൈസ്തവരുടെ മുൻപിൽ നമ്മൾ പരിഹാസ്യരായി മാറുന്നു. 4, സ്ത്രീകളിൽ ഭയവും അന്ധവിശ്വാസവും വളർത്തുന്നു. 5, ദൈവത്തെയും ക്രിസ്തുവിനെയും ദൂതന്മാരെയും അപമാനിക്കുന്നു. ഇനി ഇത് ഓരോന്നും നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കാം. 1ാമത്തെ കാരണം പരിശോധിക്കുമ്പോൾ ഇത് ബൈബിളിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ വചനത്തെ കേവലം ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന കെട്ടുകഥകളായും മിത്തോളജിയായും മാറ്റുകയാണ് ഈ ഉപദേശത്തിലൂടെ ചെയ്യുന്നത്. വചനത്തിന്റെ സത്യസന്ധതയെയും ദൈവിക പ്രചോദനത്തെയും ഇത് കളങ്കപ്പെടുത്തുന്നു. ശാസ്ത്രീയമായോ ചരിത്രപരമായോ യുക്തിപരമായോ തെളിയിക്കാൻ കഴിയാത്ത അമാനുഷിക രാക്ഷസ ജന്മങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രീക്ക് പുരാണങ്ങളിലും മറ്റും ഉള്ളതുപോലെ ബൈബിളിലും ഉണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സത്യവചനമായ ബൈബിളിനെയും ഒരു ഇതിഹാസ പുസ്തകത്തിന്റെ നിലവാരത്തിലേക്ക് താഴ്ത്തിക്കളയുന്നു. അതാണ് ഇത് ബൈബിളിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയാനുള്ള കാരണം. 2ാമത്തെ കാരണം, ക്രിസ്തുവിന്റെ കന്യകാജനനം ചോദ്യം ചെയ്യപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ കന്യകയായ മറിയം ഗർഭം ധരിച്ച് ക്രിസ്തു ജനിച്ചു എന്ന വലിയ വീണ്ടെടുപ്പിന്റെ സത്യത്തെ തകർക്കാൻ ശത്രു ഉപയോഗിക്കുന്ന തന്ത്രമാണിത്. ആത്മാവായ ദൂതന്മാർക്ക് സ്ത്രീകളെ ഗർഭിണികളാക്കാൻ കഴിയും എന്ന് സ്ഥാപിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ കന്യകാജനനത്തിന്റെ ദൈവീകതയെയും തനിമയെയും ഇവർ അറിയാതെ ചോദ്യം ചെയ്യുകയാണ്. ന്യൂജൻ യുവതയും വിവിധ ചാനലുകൾ വഴി ഇങ്ങനെയുള്ളവ കാണുകയും അവരുടെ ചിന്താമണ്ഡലങ്ങളിൽ ചോദ്യചിഹ്നമായി അവരെ കുത്തിനോക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവരുടെ മുൻപിൽ നമ്മൾ പരിഹാസ്യരായി മാറുകയാണ്. അക്രൈസ്തവരായ ആളുകൾ ഈ ക്ലിപ്പുകൾ കേട്ടിട്ട് നമ്മളോട് ചോദിക്കുകയാണ്: ഇതാണോ നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ദൂതന്മാർ വന്ന് സ്ത്രീകളെ അപഹരിച്ച് രാക്ഷസന്മാരുണ്ടാക്കിയ കഥയോ എന്ന്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ലോകത്തിന്റെ മുന്നിൽ നാണക്കേടുണ്ടാക്കാൻ മാത്രമേ ഈ തെറ്റായ പഠിപ്പിക്കൽ ഉപകരിച്ചിട്ടുള്ളൂ. 4ാമത്തെ കാരണം, സ്ത്രീകളിൽ ഭയവും അന്ധവിശ്വാസവും വളർത്തുന്നു. മുടി പുറത്തിട്ട് നടന്നാൽ അഥവാ തലയിൽ മൂടുപടം ഇടാതെ പുറത്തിറങ്ങിയാൽ ദൂതന്മാർ വന്ന് പിടിച്ചുകൊണ്ടുപോകും എന്ന് പഠിപ്പിച്ച് വിശ്വാസികളായ സ്ത്രീകളിൽ ഭയവും
ഭീതിയും അന്ധവിശ്വാസവുമാണ് ഇവർ വളർത്തുന്നത്. ഇത് സമൂഹത്തിനും ക്രിസ്തീയ സഭകൾക്കും അങ്ങേയറ്റം തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അഞ്ചാമത്തെ കാരണം, പിതാവാം ദൈവത്തെയും ക്രിസ്തുവിനെയും ദൂതന്മാരെയും അപമാനിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ ക്രമത്തെയും ക്രിസ്തുവിന്റെ ഉപദേശത്തെയും അവിടുത്തെ വിശുദ്ധ ദൂതന്മാരുടെ സ്വഭാവത്തെയും ദൂഷിപ്പിച്ച് ചിത്രീകരിച്ച് വലിയൊരു അപവാദമാണ് ഈ സിദ്ധാന്തം ദൈവവചനത്തിന്മേൽ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ വീണുപോയ ദൂതന്മാരെ കുറിച്ചും വൃദ്ധ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. തികച്ചും വിചിത്രവും വേദവിരുദ്ധവുമായ അപവാദങ്ങളാണ് ഈ ദൂതക്കല്യാണ സിദ്ധാന്തം വഴി, അഥവാ രാക്ഷസ അവത ജന്മം എന്ന ഈ സിദ്ധാന്തം വഴി ഇവർ പ്രചരിപ്പിക്കും. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, സഹോദരി സഹോദരങ്ങളെ, ഇത് കേവലം വ്യക്തിപരമായ ഒരു തർക്കമല്ല. ആരെയും അപമാനിക്കാനോ താഴ്ത്തിക്കെട്ടാനോ പരിഹസിക്കാനോ ഉള്ള വീഡിയോ അല്ല. ദൈവവചനത്തിന്റെ ആധികാരികത നിലനിർത്താനും സഭയെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കാനുമുള്ള ഒരു വലിയ ആത്മീയ ദൗത്യമാണ്. സത്യം തിരിച്ചറിയുക, കപട ഉപദേശങ്ങളെ വിവേചിച്ചറിയുക, ഈ സത്യം ദയവായി അനേകരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. സത്യാന്വേഷണം തുടരാം. ഉൽപ്പത്തി 6 ദൈവപുത്രന്മാരെ കുറിച്ചും നെഫിലിമിനെ കുറിച്ചും സംഖ്യാപുസ്തകം 13:33 നെഫിലിമിനെ കുറിച്ചും ഉള്ള ഈ വിഷയത്തിൽ വിവിധ വ്യാഖ്യാനങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഒരു വ്യാഖ്യാനം സ്വീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ബൈബിൾ വാക്യങ്ങളെയും ഒരുപോലെ പരിഗണിക്കുകയും അവ തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഉൽപ്പത്തി 6:2-4 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പുത്രന്മാർ ആരാണ്? അവർ മനുഷ്യരാണോ? വിശുദ്ധ ദൂതന്മാരാണോ? വീണുപോയ ദൂതന്മാരാണോ? പിന്നെ മനുഷ്യരുടെ പുത്രിമാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? നെഫിലിംസ് ആരാണ്? ബൈബിളിൽ എവിടെയെല്ലാം ഈ നെഫിലിംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? യൂദായുടെ ലേഖനം 6-ാം വാക്യത്തിലെ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ, അവർ ആരാണ്? ദൂതക്കല്യാണം, രാക്ഷസപുരാണം മുതലായവ പഠിപ്പിക്കുന്നവർ അവർ ആശ്രയിക്കുന്ന ആദാമിന്റെയും ഹവ്വയുടെയും 1-ാം പുസ്തകം, 2-ാം പുസ്തകം, ഹാനോക്കിന്റെ പുസ്തകം എന്നിവയെല്ലാം എന്താണ്? ഈ കാര്യങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ പരിശോധിക്കുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നന്ദി.